2025 പിറന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യാശയുടെ പുതുവർഷത്തെ വരവേറ്റ് ലോകം പുതുലക്ഷ്യങ്ങളോടെ പുത്തൻ പടവുകളിൽ നവവത്സരം തീർത്ത് ഹാപ്പി ന്യൂ ഇയർ ലോകം വിളിച്ചു പറഞ്ഞു. ഇത് പ്രത്യാശയുടെ ഹാപ്പി ന്യൂ ഇയർ. അതായത് പോയ വർഷത്തെ പ്രതീകമായ എല്ലാ സങ്കടങ്ങളും കത്തിയമർന്നുകൊണ്ട് ഫോർട്ട് കൊച്ചി പാപ്പാഞ്ഞിയെ കത്തിച്ചിരിക്കുന്നു. ലോകം നവവത്സരത്തെ വരവേറ്റു. ഹാപ്പി 2025. എല്ലാ മീഡിയ വൺ പ്രേക്ഷകർക്കും 2025 എല്ലാവിധ ആശംസകളും. 2024 വിട പറഞ്ഞിരിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ലോകം 2025 വരവേൽക്കുമ്പോൾ അത് പുതിയ വെളിച്ചത്തിന്റെ തുടക്കമാണ്. അത് പുതിയ സ്വപ്നങ്ങളുടെ സൃഷ്ടിയാണ്. ജീവിതത്തിൽ ഓരോ ചുവടും താങ്ങാനാവാത്ത നന്മകൾ കൊണ്ട് നിറയട്ടെ എന്ന് എല്ലാ മീഡിയ വൺ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഒരു പുതുവത്സര ആശംസകൾ നേരുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഈ മനോഹരമായ ദൃശ്യം കാണുന്നത്. 2025 വരവേൽക്കുന്നു. പോയ കാലത്തെ സങ്കടങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം യാത്രയാക്കി ഗുഡ് ബൈ 2024, വെൽക്കം 2025 എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സങ്കടങ്ങളില്ലാതെ സന്തോഷത്തോടെ ലോകം 2025 വരവേറ്റിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ആഘോഷം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങളാണ് പ്രേക്ഷകർ കണ്ടിരുന്നത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ലോകം ഒന്നടങ്കം തന്നെ കാത്തിരുന്നത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ലോകം ഒന്നടങ്കം തന്നെ ആഘോഷിച്ചത്. ഓരോ പുതുവർഷവും ഓരോ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒരു വർഷമാണ്. ഓരോ ദിവസവും ജനുവരി 1 2025 ജനുവരി 1 ലോകത്ത് പിറന്നു കഴിഞ്ഞു. ലോകമേ 2025 സ്വാഗതം ചെയ്തു. പോയ കാല സങ്കടങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് 2024 യാത്രയാക്കിയിരിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ മീഡിയ വൺ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യാശയുടെ വീണ്ടും ഒരു പുതുവർഷത്തെ വരവേറ്റു കഴിഞ്ഞിരിക്കുന്നു ലോകം. ഏറെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ലോക ജനത ഓരോ പുതുവർഷത്തെയും വരവേൽക്കാറുണ്ട്. ഇത്തവണ അതിലൊട്ടും മാറ്റം വന്നില്ല. ആഘോഷപൂർവ്വമാണ് 2025 വരവേറ്റിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇനിയും ഒരു 1.5 മണിക്കൂറും കൂടെ എടുക്കും അവിടെ പുതുവത്സരം പിറക്കുവാൻ വേണ്ടി. കേരളത്തിൽ ആഘോഷങ്ങൾ പല ഭാഗത്തായി തുടങ്ങിയിട്ടുണ്ട്. പല ഭാഗത്ത് ഒരുമിച്ച് കൂടി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് പരസ്പരം ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് സന്തോഷത്തോടെ 2025 വരവേറ്റിരിക്കുന്നു. പുതുവർഷത്തെ വരവേൽക്കുന്നതിനായി പല ഭാഗത്തും പരിപാടികൾ ഒരുക്കുന്നുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഈ പരിപാടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പുതുവർഷത്തെ പിറക്കുന്ന ഈ സമയം പരസ്പരം ആശംസകൾ കൈമാറി ലോകത്തെ ജനത ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരേ ഒരു ദിവസം അത് ജനുവരി 1.